بسم الله الرحمن الرحيم سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على والذين يرمون المحصنات ثم لم يأتوا ب4 شهداء فاجلدوهم 80 جلدة ولا تقبلوا لهم شهادة أبدا وأولئك هم الفاسقون إلا الذين تابوا من بعد ذلك وأصلحوا فإن الله غفور رحيم والذين يرمون أزواجهم ولم يكن لهم شهداء إلا أنفسهم فشهادة أحدهم 4 شهادات بالله إنه لمن الصادقين والخامسة أن لعنة الله عليه إن كان من الكاذبين ويدرأ عنها العذاب أن تشهد 4 شهادات بالله إنه لمن الكاذبين والخامسة أن غضب الله عليها إن كان من الصادقين ولولا فضل الله عليكم ورحمته وأن الله تواب حكيم إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم لكل امرئ منهم ما اكتسب من الإثم والذي تولى كبره منهم له عذاب عظيم لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين لولا جاءوا عليه ب4 شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون وصحبه أجمعين أما بعد കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനം പറഞ്ഞ ആയത്ത് ഏതായിരുന്നു?
9 പറഞ്ഞില്ലേ, പിന്നെ നമ്മൾ 8 അൻഫാല് പറഞ്ഞില്ലേ, പിന്നെ സബയില് 34-ാം അധ്യായം അത് നമ്മള് അത് മുഴുവനായിട്ട് പറഞ്ഞോ? മുപ്പത്തിനാലില് 37 ആ ആയത്തുകൾ നമ്മൾ കംപ്ലീറ്റ് വായിച്ചിരുന്നു. 34-ാമത്തെ ആയത്ത് മുതല് 37-ാമത്തെ ആയത്ത് 38-ാമത്തെ ആയത്ത് വരെ പറഞ്ഞിരുന്നല്ലോ അല്ലെ? എന്തായിരുന്നു ആയത്തിന്റെ ആശയം? ആയത്തൊന്ന് മറച്ചു നോക്കി, അതിന്റെ തുടർച്ചയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ആയത്തിൽ പറഞ്ഞ വിഷയം എന്തായിരുന്നു? അവസാനം പറഞ്ഞതല്ല എന്തായിരുന്നു ആയത്ത്? വമാ അർസൽനാ ഫീ ഖർയത്തിൻ മിൻ നദീരിൻ ഇല്ലാ ഖാല മുത്രഫൂഹാ ഇന്ന ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. അതായത് ഏതൊരു നാട്ടിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു താക്കീതുകാരനെ അയച്ചിട്ടുണ്ട്. ഈ അയച്ച സമയത്തെല്ലാം അവര് ഈ ആളുകൾ അവിശ്വസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോ എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സുഗലോലുപന്മാരായ ആളുകളാണ് ആദ്യം അതിനെ എന്താക്കിയത്? നിഷേധിച്ചത്. നിങ്ങൾ യാതൊന്നിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ അത് ഞങ്ങൾ അവിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന സുഗലോലുപന്മാരാണ്. നമ്മളെ വിഷയം മാലിലെ അഫുവും ആഫിയത്തുമാണ്. അതാണ് നമ്മളെ വിഷയം. അപ്പം അത് ഇങ്ങനെ പിന്നെ ഉള്ള മുതല് കൊണ്ട് സുഖിച്ച് ജീവിക്കലല്ല ആഫിയത്ത്. മുതലിലെ ആഫിയത്ത് ഉള്ള മുതല് കൊണ്ട് ഇങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിക്കുക എന്നുള്ളതല്ല.
മറിച്ച് എന്താണ്, സൗകര്യങ്ങൾ കുറവാണെങ്കിലും സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണെങ്കിലും അതുകൊണ്ടൊക്കെ കിട്ടേണ്ട സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള കാര്യത്തെ നിഷേധിച്ചത് ആരായിരുന്നു? ആ നാട്ടിലെ സുഗലോലുപന്മാരായ ആളുകളായിരുന്നു. സുഗലോലുപന്മാരെന്ന് പറയുമ്പോൾ മുത്തറഫ് എന്ന് പറഞ്ഞാല് കുറെ സ്വത്തും മുതലും ഒക്കെ അള്ളാഹുദിലും കൊടുത്ത ആൾക്കാരാണ്. അവരാണ് ആദ്യം ഇതിനെ നിഷേധിച്ചത്. എന്താണ് അവർ പറഞ്ഞത്? വഖാലു, രണ്ടാമത്തെ ആയത്ത് അവര് പറഞ്ഞത് നഹ്നു അക്സറു അംവാലൻ വഔലാദൻ വമാ നഹ്നു ബിമുഅദ്ദബീൻ, ഞങ്ങൾ കൂടുതൽ സ്വത്തുക്കളും മക്കളും സന്താനങ്ങളൊക്കെ ഉള്ളവരാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നവരല്ല എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പം കുറെ മുതലുണ്ട് എന്ന് കരുതിയിട്ട് ശിക്ഷയൊന്നും ഒഴിവാകുന്നില്ല. ഒരു വലിയ തറവാടാണ്, കുറെ മക്കളുള്ള വീട് എന്ന് പറഞ്ഞാൽ വലിയ തറവാട്ടേരാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നൊന്നും ഒഴിവാക്കപ്പെടില്ല. പക്ഷെ അവര് പറഞ്ഞതിന് അവരെ വാദം എന്തായിരുന്നു? അവർ അവകാശപ്പെട്ടത് ഞങ്ങൾക്ക് കുറെ മുതലും കുറെ വലിയ തറവാടൊക്കെയാണ്, അതുകൊണ്ട് ഞങ്ങളാരും ശിക്ഷിക്കാൻ പോകില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അള്ളാഹ് പറയാണ്, ഖുൽ ഇന്ന റബ്ബി, പറയുക, ഇത് കുറവും കൂടുതലൊക്കെ കൊടുത്തത് എന്റെ റബ്ബ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തതാണ്. നിങ്ങൾക്ക് കുറെ തന്നെന്ന് വിചാരിച്ചിട്ട് അതാ റബ്ബിന്റെ ഉദ്ദേശപ്രകാരം തന്നെ. അള്ളാഹ്ക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. അപ്പം അള്ളാഹ് ഉദ്ദേശിക്കുന്ന അള്ളാഹിന്റെ ഉദ്ദേശത്തിനനുസരിച്ച് അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും, കുറച്ച് ആളുകൾക്ക് അള്ളാഹു കുറച്ച് കൊടുക്കുകയും ചെയ്യും. പക്ഷേ ഈ സത്യം വലാക്കിന്റെ അക്സറന്നാസിലായാലും ബഹുഭൂരിപക്ഷ ആൾക്കാർക്കും ഇതിനെപ്പറ്റിയൊന്നും വലിയ ധാരണ ഇല്ല എന്നാണ് അള്ളാഹ് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹ് പറഞ്ഞതാണ്, അവരുടെ സമ്പത്താവട്ടെ മുതലാകട്ടെ അതൊന്നും നമ്മളിലേക്ക് അടുപ്പിക്കുന്ന കാര്യം. അള്ളാഹുവിലേക്ക് അടുക്കാൻ മുതലുകൊണ്ടും മക്കളെ കൊണ്ടൊന്നും കഴിയില്ല. കുറെ സ്വത്ത് മുതലൊക്കെ ഉണ്ട് ചോദിച്ചാൽ അള്ളാഹ് വളരെ പ്രത്യേകം സ്നേഹിച്ചു, അല്ല അള്ളാഹിന്റെ അടുത്ത ആൾക്കാരാണ്, അള്ളാഹിന്റെ സാമീപ്യമുള്ള ആൾക്കാരെന്നൊന്നും പറയണ്ട. അള്ളാഹിന്റെ സാമീപ്യവും അള്ളാഹിന്റെ അടുത്ത ആൾക്കാരും ആരാണ്? എല്ലാമൻ ആമന വഅമില സ്വാലിഹൻ, നല്ല വിശ്വാസം ഉണ്ടാവണം, നല്ല കർമ്മങ്ങൾ ചെയ്യണം. അപ്പൊ ഉലൈക ലഹും ജസാഉ ദൈഫി ബിമാ അമിലു, അപ്പൊ അവർ സമ്പാദിച്ചതിന്റെ പ്രവർത്തിച്ചതിന്റെ ഇരട്ടി അവർക്ക് കിട്ടും. വഹും ഫിൽ ഗുർഫാത്തി ആമിനൂൻ, അവർക്ക് കിട്ടാൻ പോകുന്ന ഉർഫാത്തുകൾ നിർഭയരായിരിക്കും. ഈമാനും സത്യവിശ്വാസങ്ങളുള്ള ആൾക്കാർക്ക് ഇവിടെയുള്ള വീടും സൗകര്യങ്ങളൊന്നും വളരെ ചിലപ്പം കുറച്ച് കുറവായിരിക്കും. അവർക്ക് ഇവിടെ ഒരു സമാധാനം സന്തോഷമൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ ഈമാനും അമൽ സ്വലിഹത്തൊക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഇനി വരാൻ പോകുന്ന ലോകത്ത് അവർക്കുള്ള സൗകര്യങ്ങൾ വളരെ വിശാലമായിരിക്കും. അവരുടെ ആ വീടുകളിൽ അവര് നിർഭയരായിരിക്കും. നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി നമ്മുടെ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ അതിനെ നിഷേധിക്കുന്ന കളവാക്കുന്ന ആൾക്കാര് തീർച്ചയായും ശിക്ഷയ്ക്ക് ഹാജരാക്കപ്പെടുക ചെയ്യും. എന്നിട്ട് അള്ളാഹു ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കണം. എന്താണ്? ഖുൽ ഇന്ന റബ്ബി യബ്സുത്തു റിസ്ക ലിമൻ യശാഉ മിൻ ഇബാദിഹി വയഖ്ദിറു ലഹു. അത് നേരത്തെ പറഞ്ഞ ആശയം തന്നെ. അവന്റെ അടിമകളിൽ നിന്ന് അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് വിശാലത കൊടുക്കും, ചില ആൾക്കാർക്ക് പരിമിതപ്പെടുത്തും. എന്നാൽ അതാണ് അവസാനം നമ്മൾ പറഞ്ഞത്, എന്തെങ്കിലും നിങ്ങൾ ചെലവാക്കുന്നുണ്ട് നൽകുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു ഇരട്ടിയായിട്ട് കൊടുക്കും. പകരം യാതൊന്ന് നിങ്ങൾ ചിലവഴിച്ചാലും അതിന്റെ ഇരട്ടിയായിട്ട് പടച്ചവൻ കൊടുക്കും. ഓഹോ ഖൈറുർ റാസിഖീൻ, അവനാണ് ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമൻ അവൻ. അപ്പൊ നമ്മൾ നമ്മളെ സമ്പത്ത് കൊണ്ട് നമ്മൾ അത് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുത്തും നൽകേണ്ട ആളുകൾക്ക് നൽകിയും ഒക്കെ നമ്മൾ അത് അതിൻ്റെതായ രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ പടച്ചവൻ നമുക്ക് എന്ത് ചെയ്യും? അത് ഇരട്ടിയായിട്ട് പടച്ചവൻ തരുമെന്നാണ് പറഞ്ഞത്. ശരി, ഇനി നമുക്ക് ഇതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് നോക്കാനുള്ള ആയത്താണ് പിന്നെ 63-ാം അധ്യായത്തിലെ 9-ാമത്തെ ആയത്ത്. 63-ൽ 9. എല്ലാവർക്കും അറിയാവുന്ന മനപ്പാടമുള്ള സൂറത്താണ് അല്ലെ? ഏതാ സൂറത്ത്? 63-ാമത്തെ സൂറത്ത് ഏതാണ്? മുനാഫിഖൂൻ. എന്താണ് ആയത്ത്? എന്താണ്?
യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹിക്കും അംവാലുക്കും. വായിച്ചോളി, എല്ലാവരും കാണാപ്പാടല്ലോ. സത്യവിശ്വാസികളെ, ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അള്ളാഹുവെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാതിരിക്കട്ടെ. വമൻ യഫ്അൽ ദാലിക ഫഉലൈക ഹുമുൽ ഖാസിറൂൻ, ആരങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാണ് നഷ്ടക്കാർ. എന്താണ് ആ പറഞ്ഞതെന്നുള്ള അടുത്ത ആയത്തിൽ കാണാം. വഅൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നാം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയതിൽ നിന്ന് നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുമ്പായി നിങ്ങൾ ചെലവഴിക്കുക. അപ്പം മരണം വരുമ്പോ എന്താ ഉണ്ടാവുക? അവന് പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസദ്ദഖ വഅകും മിനസ് സാലിഹീൻ, ഒരു അവധി വരെ നീ എനിക്ക് എന്താണ് നീട്ടിത്തരാത്തത് ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വതക്ക ചെയ്യാം, ഞാൻ സാലിഹീങ്ങളിൽ ഉൾപ്പെടാം. അപ്പോ ഈ അവസ്ഥ നമ്മൾ ഇതിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാകാതിരിക്കാനാണ് എന്നും രാവിലെ വൈകുന്നേരം പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ എന്ന് പറയേണ്ട ഒരു ഗതികേട് മരണസമയത്ത് നമുക്കുണ്ടാകരുത്. അല്ലെ, ആ സമയം എന്ന് പറഞ്ഞാല് ഒരു മരണത്തിന്റെ സമയം എന്ന് പറയുന്നത് ഏറ്റവും ഭീകരമായ ഒരു സമയമാണ് മരണത്തിന്റെ സമയം എന്ന് പറയുന്നത്. അല്ലെ, അത് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വേർപാടാണ്. വേർപാട് ശരിക്കും ബോധ്യപ്പെടുന്ന സമയമാണ്. ഞാൻ മരിക്കുകയാണെന്ന് ശരിക്കും മനസ്സിലാകും. അത് എങ്ങനെ മരിക്കുകയാണെങ്കിലും മനസ്സിലാകും, ബോധ്യപ്പെടും. മനസ്സിലായില്ലേ? അത് എപ്പോ ഏത് രൂപത്തിൽ എങ്ങനെ നമ്മൾ മരിക്കുകയാണെങ്കിലും നമ്മളുണ്ടല്ലോ, ഇപ്പൊ സൈലന്റ് അറ്റാക്ക് ആണ്, ആള് അറിയാതെ മരിച്ച ഉറക്കത്തിലാണ് മരിച്ച്, അത് നമ്മൾ അറിഞ്ഞിട്ടില്ലാന്നേ ഉള്ളൂ. പിന്നെ ഇന്നലെ എന്റെ സ്കൂളിന് അവധിയായിരുന്നു. സ്കൂളിൽ കുട്ടി ഇനിയാന്ന് രാത്രി ഭക്ഷണം കഴിച്ച് രാത്രി കടന്നുറങ്ങിയതാണ്. ഭക്ഷണം കഴിച്ച് രാത്രി കടന്നുറങ്ങി രാവിലെ സുബഹിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വിളിച്ചപ്പോൾ കുട്ടി എണീക്കുന്നില്ല. കുട്ടി എന്നൊന്നും പറഞ്ഞാൽ പോരാ, എന്ന് പറഞ്ഞാല് എന്തെങ്കിലും അസുഖമുള്ള കുട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാരീരികമായി ഏതെങ്കിലും ദുർബലമായ കുട്ടിയൊന്നുമല്ല. എന്നും ജിമ്മിൽ പോയി പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടി, സ്കൂളിൽ കലാകായിക മത്സരങ്ങളിലൊക്കെ നിരന്തരമായി പങ്കെടുക്കുന്ന കുട്ടി. ഇപ്പൊ കഴിഞ്ഞ കുറച്ചു ദിവസം മുമ്പ് നടന്ന ഈ സബ് ജില്ലാ മത്സരത്തിൽ ഈ വെയിറ്റ് ലിഫ്റ്റിംഗിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടി, ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടിയാണ്. ജില്ലാ മത്സരത്തിലേക്ക് സെലക്ഷൻ കിട്ടിയ കുട്ടിയാണ്. അപ്പോ തലേ ദിവസം സ്കൂളിൽ കലാമേളയായിരുന്നു. കലാമേളയിൽ പൂർണ്ണമായ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കലാമേളന്റെ അവസാന ദിവസം കുട്ടിക്ക് പാട്ടിട്ട് കൊടുത്തുകൊണ്ട് എല്ലാവർക്കും കൂടി ഒന്ന് ചാടണം എന്നൊക്കെ കുട്ടികൾ ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രിൻസിപ്പാൾ എടുത്തിയെന്ന് പറഞ്ഞ് പ്രിൻസിപ്പാളും കൂടി അതിന് അനുവാദം കൊടുത്ത് അങ്ങനെ അതിലൊക്കെ വളരെ സജീവമായി ഉണ്ടായി. എല്ലാം കഴിഞ്ഞ് കൂട്ടുകാരുടെ കൂടെ ഒക്കെ പിരിഞ്ഞ് വീട്ടിക്ക് പോയതാണ്. വെള്ളിയാഴ്ച രാവിലെ സുബഹിക്ക്, ഇന്നലെ രാവിലെ സുബഹിക്ക് വിളിച്ചപ്പോൾ നീക്കണില്ല, മരിച്ചു കിടക്കുക. ഇവിടെ കണ്ട കാഴ്ച എന്താന്ന് വെച്ചാൽ, തലേ ദിവസം പാട്ടിട്ട് തുള്ളിയ കുട്ടികൾ മുഴുവൻ അവിടെ ഉണ്ട്. ആ കുട്ടികളൊന്നും ജീവിതത്തിലെ ഇതേപോലെ കരഞ്ഞിട്ടുണ്ടാവും. ആ കുട്ടികളെ അമ്മാതിരി കാരണം അവരെ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ലൊരു പയ്യനാണ്. എല്ലാ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം ഒക്കെ ഉള്ള നല്ലൊരു ചെറുക്കനാണ്. അപ്പോ അവിടെയുള്ള കുട്ടികളെ, ഇവരുടെ 17 വയസ്സിലെ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെ പൊട്ടിക്കരിയാന്നൊക്കെ പറഞ്ഞാലേ വല്ലാത്തൊരു രംഗാണ് അതൊക്കെ. നൈറ്റുകളൊന്നും ഇതേവരെ അങ്ങനെ കരഞ്ഞിട്ടുണ്ടാവില്ല. ഇന്നലെ വരെ കൂടെ ചാടിയവന്റെ മയ്യത്താ കാണുന്നതേ. അപ്പോ ഇന്നത്തെ മാതൃഭൂമിയിലൊക്കെ റിപ്പോർട്ട് ഉണ്ട്. ആ കുട്ടികളെ സങ്കടം, കുട്ടികളെ കരഞ്ഞതൊക്കെ ഇന്നത്തെ മാതൃഭൂമിയിലെ പത്രത്തിലെ റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. രാവിലെ നടത്തിയിലുണ്ട്, കാണാൻ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ. അപ്പോ
ഒരു രംഗം അവർ രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റിട്ടില്ല, നമ്മളാരും അറിഞ്ഞിട്ടില്ല. പക്ഷെ അവൻ മരണം അറിഞ്ഞിട്ടാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരിക്കുന്നല്ലോ അതിന്റെ അർത്ഥം. എല്ലാരും മരിക്കുന്നല്ലോ ആയത്തിന്റെ അർത്ഥം. ദാഇഖത്തുൽ മൗത്ത്, ദാഇഖത്ത് എന്ന് പറഞ്ഞാല് രുചി അറിയലാണ്, ആസ്വാദനമാണ്. ദാഇഖത്തുൽ മൗത്ത്, മരണത്തിന്റെ രുചി അറിയുന്നതാണ് ഓരോരുത്തരും. അതറിയാതെ പോകില്ല, ആരും മരണത്തിന്റെ ടേസ്റ്റ് അറിയാതെ പോകില്ല. എല്ലാ കുല്ലു നഫ്സിൻ അതാണ് ആയത്ത്. നമ്മൾ ആ ആയത്തിനൊക്കെ ശരിക്ക് നമ്മൾ കേട്ട കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഒന്നും അല്ല കേട്ടോ ഖുർആനിൽ. ആയത്തിനെ മാത്രം ഒന്ന് തദബ്ബുർ ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആയത്ത് വരുമ്പോൾ നമുക്ക് ചെയ്യാം. അത് ശരിക്കും പഠിക്കണം. കാരണം ഖുർആനിലെ അള്ളാഹു ചില ആസ്വാദനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. പല സ്ഥലത്തും കാണാൻ കഴിയും. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് എന്താണ് ഈ ദാഇഖത്തുൽ മൗത്ത് മനസ്സിലാവുള്ളൂ. അപ്പൊ എങ്ങനെ നമ്മൾ ഏത് സമയത്ത് നമ്മൾ മരിക്കുകയാണെങ്കിലും ശരി, ആ സമയത്ത് അതൊരു ഭീകരമായ ഒരു അവസ്ഥയാണ്. ആ സമയത്ത് നമുക്ക് ഇത് പറയേണ്ട ഒരു ഗതികൾ ഉണ്ടാകരുത്. ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ നമ്മൾ ഇരിക്കേണ്ട സമയം ഏതാണെന്നല്ല, മരണസമയം. സന്തോഷത്തോടെ, ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ യാത്ര പുറപ്പെട്ടു പോകേണ്ട ഒരു യാത്ര നമുക്കുണ്ടെങ്കിൽ അതേതാണ്? മരണമാണ്. തിരിച്ചു വരാത്ത യാത്രയാണ്. നമ്മൾ ഒരുപാട് ടൂർ പോയ ആൾക്കാരാണ്. സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ട്, വീട്ടിൽ നിന്ന് കുടുംബത്തോടൊപ്പം പോയിട്ടുണ്ട്, പല യാത്രകളും ചെയ്തിട്ടുണ്ട്. ഒരു യാത്ര പോകാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരുക്കവും സന്തോഷവും ആനന്ദവും ഒക്കെ ആയിക്കാരം അല്ലെ. രാവിലെ 6 മണിക്ക് സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന തലേദിവസം കുട്ടികൾ ഉറങ്ങാറില്ല സന്തോഷം കൊണ്ട്, അല്ലെ, അവർക്ക് ഉറക്കം കിട്ടാറില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ സന്തോഷമായിരിക്കേണ്ട യാത്ര കുടുംബത്തിലെ കല്യാണത്തിന് പുറപ്പെട്ടതോ ടൂർ പോയതോ ഒന്നുമല്ല. ഏറ്റവും സന്തോഷകരമായിരിക്കേണ്ട യാത്ര മരണത്തിന്റെ യാത്രയാണ്. ആ അവസാനത്തെ യാത്ര, തിരിച്ചു വരാത്ത യാത്ര. അതിന് പറ്റുമെന്നുള്ളതാണ്. പക്ഷേ അള്ളാഹ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഭൂരിപക്ഷം ആൾക്കാരും ആ യാത്രയിൽ ഏറെ സങ്കടപ്പെടും. ഏറ്റവും ദുഃഖമുള്ള യാത്ര, സങ്കടമുള്ള യാത്ര, വിളിച്ച് കരയുന്ന യാത്ര, ഹസറത്തിന്റെ തീരാ ദുഃഖത്തിന്റെ യാത്ര, നെടുവീർപ്പാണ്, തേങ്ങലാണ്, സങ്കടമാണ്. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാണ് ഇതൊക്കെ മരണത്തിന്റെ സമയത്ത്. ഭൂരിപക്ഷ ആൾക്കാർക്കും അങ്ങനെയാണ്. അപ്പൊ ഈ ഇതിൽ വേറുപാടിന്റെ ദുഃഖം മാത്രമല്ല, അതിന്റെ കൂടെ ആ സമയത്തുണ്ടാകുന്ന പുറപ്പെട്ടു പോകുന്നത് ശിക്ഷയിലേക്കാണ്, അനുഭൂതിയിലേക്കല്ലല്ലോ, നല്ല കാഴ്ചയിലേക്കല്ല. കണ്ണും ഹൃദയവും മനസ്സും കുളിർക്കുന്ന കാഴ്ചയിലേക്കല്ല പോകാനിരിക്കുന്നത്, തീരാ ദുഃഖത്തിന്റെ സങ്കടത്തിന്റെ കാഴ്ചയിലേക്കാ പോകാനിരിക്കുന്നത്, അതിന്റെ അനുഭവത്തിലേക്കാ പോകാനിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ രംഗം എങ്ങനെയാണ്? അപ്പൊ നമ്മൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. അതപ്പോ നമ്മൾ പഠിക്കണത്. അപ്പൊ ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്തിനാണ് നമ്മൾ ആലോചിക്കണം. രാവും പകലും എന്താ? ഇപ്പൊ നമ്മളെ നാട്ടില് ഇപ്പൊ നടക്കുന്ന വലിയൊരു വിവാദം എന്താണെന്ന് അറിയാതെ, നമ്മളെ നാട്ടിൽ നടക്കുന്ന വലിയൊരു വിവാദം ഈ പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധി ഉപയോഗിക്കണോ ഉപയോഗിക്കേണ്ടെന്നുള്ളതാണ്. പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ ബുദ്ധി ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടയോ എന്നതാണ് ഇപ്പൊ വലിയ ഇത് നടക്കുക. അതിലൊരു ആശയങ്ങളുടെ സംഗതി തരാം. ഞാനത് പറയാനല്ല പറഞ്ഞത്. ശരിക്ക് പ്രമാണങ്ങൾക്ക് മുന്നിൽ ബുദ്ധി ഇല്ലല്ലോ, ഉണ്ടോ? പ്രമാണം സ്വഹിയായ ഹദീസിനും ഖുർആനിലെ നസ്സായ, ഖുർആനിൽ വാരിദായി വന്നിട്ടുള്ള, ഖുർആനിൽ വന്നിട്ടുള്ള കാര്യങ്ങൾക്കും ബുദ്ധി ഉപയോഗിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ഖുർആനിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തമാണെന്നൊക്കെ പറഞ്ഞ സംഗതി എന്താണ്? ഖുർആനിൽ പറഞ്ഞൊരു കാര്യം ശരിയാണോ അല്ലെന്ന് ചിന്തിക്കാനാ? ആണോ? ഖുർആനിൽ അന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് ഇങ്ങനെ തോന്നുകയാണ്, ബുദ്ധിക്ക് അത് ശരിയല്ലല്ലോ എന്ന് തോന്നുകയാണ്. അപ്പൊ നമ്മളത് ഒഴിവാക്കണം എന്നാ പറഞ്ഞത്. പഠിച്ചു വെക്കണത്, അല്ലെങ്കിൽ ഫിത്നയിൽ അകപ്പെട്ടു പോകും, വഴിതെറ്റി പോകും. അത് ചെയ്തത്, അത് ചെയ്യാണ് ഇപ്പൊ ജബ്ബാർ മാഷെ പോലെ. ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് എടുക്കണേ, ജബ്ബാർ മാഷ് ഖുർആൻ ക്ലാസ് എടുക്കണേ. എന്തിനെടുക്കണേ? ജബ്ബാർ മാഷ് എടുക്കുന്ന ഖുർആൻ ക്ലാസ് എന്തിനാ? ആ ഖുർആനിൽ ഓരോ കാര്യം പറഞ്ഞിട്ട് അവനാന്റെ ബുദ്ധി വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുന്നു പറയാണ്. അവിടക്കപ്പൊ നമ്മൾ എത്തുന്നത്, മർക്കസുദ്ദാവ എത്തുന്നത് അങ്ങോട്ടാണ്. മനസ്സിലാണ്ടല്ലോ? ജബ്ബാർ മാഷ് പറഞ്ഞതാണ്. അപ്പൊ ജബ്ബാർ മാഷ ബുദ്ധി എന്താണ്? സ്വർഗം. നിങ്ങൾ ആരെയും കണ്ടുകണോ?
നമ്മളെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സ്വർഗത്തെ മനസ്സിലാക്കാൻ പറ്റുമോ? പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറമാണ് സ്വർഗം അല്ലെ? ഖുർആനിൽ പറഞ്ഞു. അപ്പൊ ഖുർആനിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനെ പറ്റിയിട്ട് ചിന്തിക്കാനല്ല പറഞ്ഞു. മറിച്ച് എന്തെന്നറിയോ, ഖുർആനിൽ അല്ലാഹു ആയാത്തുകളായി ദൃഷ്ടാന്തങ്ങളായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ പറഞ്ഞത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. രാവും പകലും ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ അല്ലേ? രാവ് പകലുകളുടെ മാറ്റം, അതിന്റെ സയൻസ് ചിന്തിക്കാനാ പറഞ്ഞത്. ആണോ? രാവും പകലും ഭൂമിയിൽ മാറി മാറി വരുന്നതിന്റെ ശാസ്ത്രത്തെ പറ്റി ചിന്തിക്കാനാ പറഞ്ഞത്? അല്ല. അത് ഏതൊരു കുട്ടിക്കും അറിയില്ലേ ഭൂമിയിൽ രാവും പകലും എങ്ങനെ ഉണ്ടാകുന്നത് അല്ലേ? പിന്നെന്താണ് അതിലെ? അത് പഠിച്ചു നോക്കണം. അപ്പൊ കാണാം ഖുർആൻ അല്ലാഹു പറയുന്നത് വജഅൽനൽ ലൈല വൻ നഹാറ ആയതൈനി ഫമഹൗനാ ആയത്തൽ ലൈല വജഅൽനാ ആയത്തൻ നഹാരി മുബ്സിറ. എത്ര സ്ഥലത്താണ് ഖുർആൻ അല്ലാഹു പറഞ്ഞത് രാവും പകലും ദൃഷ്ടാന്താണ്, രാവും പകലും ദൃഷ്ടാന്താണ്. എത്ര സ്ഥലത്ത് പറഞ്ഞു. അത് പഠിക്കുമ്പോൾ മനസ്സിലാകും രാവിനെ പറ്റി പറഞ്ഞതും പകലിനെ പറ്റി പറഞ്ഞിടത്തും നമ്മൾ ഈ പഠിക്കുന്ന പ്രാർത്ഥന കൂടി അങ്ങോട്ട് ചേർത്ത് വെച്ചാൽ അതിന്റെ ആശയം പൂർണ്ണമാവും. അല്ലാഹു പറയാണ് രാത്രി അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാന്ന് പറഞ്ഞിട്ട് പറയുന്ന ഒരായത്ത് എന്താ അറിയോ? ആ രാത്രിയിൽ അല്ലാഹു നിങ്ങളെ മരിപ്പിക്കുന്നതാണ് ഒരായത്ത്. പകലിനെ കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പറയുന്നത് നിങ്ങളുടെ ജീവിത യാത്രയിൽ ഇറങ്ങി പുറപ്പെട്ടു പോയിട്ട് തിരിച്ചു വരാത്ത യാത്രകളുണ്ട്, പകലിലെ യാത്രകൾ. എത്ര സ്ഥലത്താ ഖുർആൻ പറഞ്ഞത്? രാവും പകലും ഇല്ലാത്ത മനുഷ്യന്മാർ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട്. ഭൂമിയിൽ ആദ്യ മനുഷ്യൻ മുതൽ അവസാനം വരെയുള്ള മനുഷ്യന്മാർക്കൊക്കെ രാവും പകലും ഉണ്ടായിട്ടുണ്ട് അല്ലെ? ഭൂമിയിൽ രാവും പകലും ഉണ്ടായിട്ടുണ്ട്. ചില സ്ഥലത്ത് ഏറ്റക്കുറച്ചിലുണ്ടാവുന്നേ ഉള്ളൂ അല്ലെ? ഭൂമിന്റെ ചില ഭാഗങ്ങളിൽ, ചില അച്ചുതണ്ടിന്റെ ചില ചെരിവനുസരിച്ച് ചില ഭാഗങ്ങളിലൊക്കെ പകല് കുറച്ചായിരിക്കും, രാവ് കൂടുതലുണ്ടാവും. ചിലയിടത്ത് പകല് മാത്രമായിരിക്കും, രാവ് കുറവേക്കാരം, ഇങ്ങനെയൊക്കെ ഉണ്ടാകും. അത് ഭൂമിയുടെ ഷേപ്പ് കൊണ്ട് വരുന്നതാണ്. എന്നാൽ അതിന്റെ ദൃഷ്ടാന്തം എന്താണെന്ന് പറഞ്ഞാൽ ആ ദൃഷ്ടാന്തം അതിൽ നിന്ന് പഠിക്കണ പാഠമാണ്. അതിൽ പെട്ടതാണെന്ന് അത് ഒന്നും രണ്ടോ നില കുറെ കാര്യങ്ങൾ അത് മാത്രം പറയുകയാണെങ്കിൽ കുറേ പറയാനുണ്ട്, കുറെ നിരവധി ആയത്തുകളുണ്ട്. അപ്പൊ ആ ദൃഷ്ടാന്തം അത് പഠിക്കാനാണ് പറഞ്ഞത്, അയാൾ സയൻസ് പഠിക്കാനല്ല പറഞ്ഞത്. അപ്പൊ മരണം രാത്രിയിൽ മരിക്കുന്നു, പകൽ മരിക്കുന്നു. രാവും പകലും ദൃഷ്ടാന്തമാണ്. ഈ രാവിന്റെയും പകലിന്റെയും രണ്ടറ്റങ്ങളിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മളോട്. കാരണം എപ്പോഴാണ് നമ്മളത് അവസാനിപ്പിച്ച് പോവാന്ന് അറിയില്ല. മനസ്സിലായില്ലേ? അപ്പൊ മരണത്തിന്റെ സമയത്ത് ഒരിക്കലും കുറച്ചുകൂടി നീട്ടിത്തരാത്തത് എന്താണ്? ലൗലാന്നാണ്. ലൗലാ അതാണ് ആയത്ത് അല്ലെ? ലൗലാ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. അങ്ങനെ നീട്ടി തന്നാൽ എന്ത് ചെയ്യാനാണ്? ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ. അതാണ് ശരിക്കും ഞാൻ ദാനധർമ്മങ്ങൾ ചെയ്യാം, മുതല് നന്നാക്കാന്നാ പറഞ്ഞത്. അപ്പോ മരിക്കണ സമയത്ത് പലർക്കും ഉണ്ടാകുന്ന വലിയ പ്രശ്നം മുതൽ തന്നെ ആയിരിക്കും. മനസ്സിലായില്ലേ? മുതൽ തന്നെ ആയിരിക്കും മരിക്കണ സമയത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം. ശ്രദ്ധിക്കണം. ഇട്ടേച്ചു പോകുന്ന വസ്തു ഭാരാകാന്ന് പറഞ്ഞാല് എങ്ങനെ എന്താ പറഞ്ഞത്? ഒരു സാധനം വലിച്ചെറിഞ്ഞ് ഇട്ടേച്ചു പോവുകയാണ്. ആ ഇട്ടേച്ചു പോകുന്ന വസ്തുവിനെ നമുക്ക് ഭാരാകാം. ആലോചിച്ചു. നമുക്ക് ഇനി കിട്ടാൻ പോകുന്ന ഒരു വസ്തുവാണ്, അത് കുറച്ച് ഭാരം സഹിച്ചാലും കുഴപ്പമില്ല അല്ലേ? മുതലെന്താണ്? മരണസമയത്ത് മുതലെന്താ? ഇട്ടേച്ചു പോവാണ്. ആ ഇട്ടേച്ചു പോകുന്ന മുതലാണ് നമുക്ക് ഭാരമായിട്ട് മാറുന്നത്. നമുക്ക് അതിലൊന്നും കിട്ടാൻ പോണില്ല അല്ലേ? നമ്മള് അങ്ങോട്ട് ഓടുന്ന ഇങ്ങോട്ട് ഓടുന്ന രാവും പകലും ഓടുകയാണ്. നമുക്ക് ഒന്നിനും നേരെ നിസ്കരിക്കാൻ വരാൻ നേരമില്ല, ദേവത്തിനും നേരമില്ല, ദീനി പ്രവർത്തനത്തിനും നേരമില്ല, ഒന്നിനും നേരമില്ല. നമ്മൾ നെട്ടോട്ട് ഓടുകയാണ്. എന്നിട്ട് എവിടെയെങ്കിലൊക്കെ വീണ് നമ്മൾ സമയം കഴിയും. എന്നിട്ട് ഈ എന്തിനായി ഓടിയത്? 10 പൈസ ഉണ്ടാക്കാൻ ഓടിയതാണ്. എന്നിട്ട് ഉണ്ടാക്കിയ മുതലാണ് നമുക്ക് പോകുമ്പോ ഭാരം. മരിക്കണ സമയത്ത് ഞാൻ താജ് നിസ്കരിച്ചോളാന്നോ അല്ലെങ്കിൽ നോമ്പ് വെച്ചാളാന്നോ നിസ്കരിച്ചോളാന്നൊന്നല്ല ഇവിടെ പറഞ്ഞേ. ഇവിടെ എന്താ പറഞ്ഞേ? നിങ്ങളെ മണ്ണിൽ മറച്ചിട്ടില്ലേ? നമ്മള് മാലിന്റെ അഫവും ആഫിയത്താ പഠിക്കണത്. എന്താ പറയണത്?
അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്നറിയോ? എന്തുകൊണ്ടാ? ഒരു ദുരന്തം, ഒരു അപകടം, ഒരു വേദന നമ്മൾ കാണുമ്പോ എന്തുകൊണ്ടാണ് അതുണ്ടായത് എന്ന് അറിയുമ്പോൾ ആ സംഗതിയാ പറയാ. അല്ലേ? മനസ്സിലായിണ്ടോ? നമുക്കൊരു അപകടം വന്നു, ഒരു ദുരന്തം വന്നു. ആ ദുരന്തം എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളത് എടുത്തു പറയും. അല്ലെ? വണ്ടി അപകടത്തിൽപ്പെട്ട് ഞാനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അപ്പം അശ്രദ്ധ കൊണ്ടാണ് എന്ന് അവനെ ബോധ്യപ്പെടുകയാണ്. അല്ലെ? അവിടെ വേറെ എന്തെങ്കിലും പറയാം, ഞാൻ പഠിച്ചിരുന്നെങ്കിൽ എന്ന് പറയോ? ഇല്ല. അപ്പൊ ഇവിടെ മരിക്കുന്ന സമയത്ത് ഓൻ പറഞ്ഞത് എന്താണ്? ഞാൻ എന്ത് ചെയ്തോളെന്നാ പറഞ്ഞത്? എന്റെ മുതല് ശുദ്ധാക്കിക്കോളെന്നാ പറഞ്ഞത്, അശ്രദ്ധക്കാന്നാ പറഞ്ഞത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? മരിക്കുന്ന സമയത്ത് ഓനക്ക് ഏറ്റവും കൂടുതലുള്ള വിഷമം എന്തിന്റെ പേരിലായിരിക്കും? മുതലിന്റെ പേരിലായിരിക്കും എന്നാണ്. അതാ മനസ്സിലാക്കണ്ടേ. അല്ലാതെ ഞാൻ എന്റെ കുട്ടികളെ നോക്കിക്കോളാം, എന്റെ മക്കളെ നോക്കിക്കോളാം, ഇനി ഞാൻ പണങ്ങൂല, ഞാനതാ, അതൊന്നും അല്ല ഇവിടെ പറഞ്ഞത്. അപ്പം ആ സമയത്തുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രയാസം നമ്മളെ മുതലിന്റെ വിഷയമായിരിക്കും. ഞങ്ങൾക്ക് ഖുർആനിൽ വേറൊരു ആയത്ത് കളിപ്പിച്ചു തരാം. എന്താണെന്നറിയാം? ഇതേ സന്ദർഭം മരിക്കുന്ന സമയത്ത് മലക്കുകൾ ചോദിക്കുന്നൊരു ചോദ്യം എന്താ പറയാ? ഫീമ കുൻതും, എന്തായിരുന്നടോ നിന്റെ നിലപാട് എന്ന് ചോദിക്കും മലക്കുകൾ. ഖുർആനിലുള്ളതാണ്. അപ്പൊ അവര് പറയും, ഞങ്ങൾ മുസ്തദഅഫീന ഫിൽ അർളി, ഞങ്ങൾ സാധുക്കളായിരുന്നു എന്ന് പറയും. അതായത് ശിർക്ക് ചെയ്ത്, വിദ്യാർത്ഥി ചെയ്ത്, ഇവര് മനസ്സിനൊരു വലിയ പവറൊന്നും ഇല്ലാതെ എല്ലാരും ചെയ്യണമൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ച മനുഷ്യന്മാര് മരിക്കുന്ന സമയത്ത് മലക്കൾ ചോദിക്കും. അപ്പൊ അള്ളാഹ് മലക്കളോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യമാണ്, എന്താണ്? അലം തക്കുൻ അർളുല്ലാഹി വാസിഅ വതുഹാജിറു ഫീഹ, അള്ളാന്റെ ഭൂമി വിശാലാണെന്ന് അറിയില്ലായിരുന്നു, നീ അവിടുന്ന് പോരാഞ്ഞേന്ന്. എങ്ങനെ? എന്തുകൊണ്ടേ പോരാഞ്ഞേന്ന്? അള്ളാന്റെ ഭൂമി വിശാലമായിരുന്നു, എന്തി അതിട്ട് പോരാഞ്ഞേന്ന്? അത് മുതലാണ്, അതിട്ട് പോരാൻ തോന്നിയില്ല. അപ്പൊ ഇതിനേക്കാൾ വലുത് മുതലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ തന്നെ നിന്നത്. ഇത് മരിക്കുന്ന സമയത്ത് മലക്കളെ ചോദ്യ. ആ ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ കഴിയാതിരിക്കും മലക്കൾ തിരിച്ചു പറഞ്ഞ സംഗതിയാണ്, എന്തിട്ട് പോരാഞ്ഞേന്ന്. അപ്പൊ ഈ ഉള്ളത് നമുക്കൊരിക്കലും നമ്മളെ ഈമാനും തഖ്വക്കും തടസ്സാവരുന്ന പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് നിങ്ങൾ അശ്രദ്ധരാക്കാതിരിക്കട്ടെ എന്നാണ്. ആ അശ്രദ്ധരാക്കാതിരിക്കട്ടെ എന്ന് വെള്ളിയാഴ്ച പള്ളിക്കൽ ഇമാം ഓതും, ജുമഅക്ക് ശനിയാഴ്ച ഖുർആൻ ക്ലാസ് നടക്കും. അശ്രദ്ധയിലാക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാല് അശ്രദ്ധയിലേക്ക് ആകാതിരിക്കണമെങ്കിൽ അത് നമുക്ക് അശ്രദ്ധ വരുന്ന കാര്യങ്ങൾ എന്താന്ന് നമ്മളങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഉണർത്തണം, അല്ലെ? പറഞ്ഞിരണം. അതിനാണ് അള്ളാഹു ഖുർആൻ നമുക്ക് നൽകിയത്, പഠിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടത്. അശ്രദ്ധയാണ് മുതലിന്റെ കാര്യത്തിൽ, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. തീർന്നിട്ടില്ല. എത്ര ആൾക്കാർ ജുമഅക്ക് പങ്കെടുക്കുന്ന എത്ര ആൾക്കാർക്ക് ഇതിന്റെ അർത്ഥം അറിയും? ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ അക്കൂട്ടർ അവർ തന്നെയാണ് നഷ്ടക്കാർ. എന്നിട്ടാണ് അല്ലാഹു പറയുന്നത്, ചെലവാക്കിക്കോളി, മടി കാണിക്കണ്ട. നിമ്മാ റസഖ്നാക്കും, നിങ്ങൾക്ക് ഞാൻ തന്നതാണത്, നിങ്ങൾക്ക് നാം തന്നതില്ലെന്ന് അല്ലാഹു പറയാണ്. നിങ്ങൾക്ക് നാം നൽകിയതില്ലെന്ന് നിങ്ങൾ കൊടുത്തോളി, ചെലവാക്കിക്കോളി. മിൻ ഖബലി അൻ യഅതി അഹദകുമുൽ മൗത്ത്, ഓരോരുത്തർക്കും മരണം വരണതിന് മുമ്പ്. അപ്പം ആ സമയത്ത് അത് ഓർമ്മ വരുന്ന ഉറപ്പാണ്. ഫയഖൂൽ, അപ്പോൾ അവൻ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ, ഒരു അവധി കൂടി എനിക്ക് തരാത്തത് എന്താണ് പടച്ചോനെ? എന്താണ് നീട്ടിത്തരാത്തത്? അങ്ങനെ നീട്ടിത്തന്നാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്റെ മുതല് ശരിയാക്കലായിരിക്കും. പക്ഷെ അല്ലാഹു പറയാണ്, അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷ നേരം പോലും ഒരാളെയും അല്ലാഹു ബന്ധിച്ചിട്ടില്ല. ആ കുട്ടിക്ക് എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടാകും, എന്തെല്ലാം ആഗ്രഹങ്ങൾ ഉണ്ടാകും,
അല്ലെ? എന്തെല്ലാം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിറഞ്ഞ ചിന്തയോടുകൂടിയായിരിക്കും രാത്രി കിടന്നുറങ്ങിയിട്ടുണ്ടാകാം. ആലോചിക്കുക. അപ്പം ഇല്ല, സമയത്ത് നമ്മളെല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ അവിടെ കിടക്കും, എല്ലായിടത്തും കിടക്കും, ഒന്നും ഉണ്ടാവില്ല. കുട്ടിച്ച് നമ്മൾ പോകും, നിർബന്ധാണ്, തിരിച്ചു പോയേ പറ്റൂ. അപ്പാനെ ഓർത്തിട്ട് കാര്യമില്ല, അമ്മാനെ ആലോചിച്ചിട്ട് കാര്യമില്ല, സ്നേഹിതന്മാരെ ആലോചിച്ചിട്ട് കാര്യമില്ല, മക്കളെ ആലോചിച്ചിട്ട് കാര്യമില്ല. ഞാൻ മരിച്ചാൽ എന്റെ ഭാര്യ കുട്ടികൾ എങ്ങനെ ജീവിക്കുമെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ മരിച്ചാൽ എന്റെ ഭർത്താവ് പാവം സാധു ആരാണ് ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി കൊടുക്കുന്ന ആലോചിച്ചിട്ട് കാര്യമില്ല. പോകന്നെ, വേറൊന്നുമില്ല അവിടെ. അതോടുകൂടി ഇതൊക്കെ തീർന്നു, ദുനിയാവിലെ ബന്ധങ്ങളൊക്കെ തീർന്നു. പിന്നെ അവനാന്റെ തടിയാണ്, ഒറ്റക്കാണ്, ആരുണ്ടാവൂല. മനസ്സിലായില്ലേ? അവനവന്റെ കാര്യങ്ങൾ ചെയ്യണം, ഒരാളുണ്ടാവൂല. അപ്പം നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എന്താ നമുക്ക് ഉള്ളത്. ഓരോരുത്തർക്കും സ്വന്തമായിട്ട് എന്തെങ്കിലും നോക്കിയാൽ മതി. ബാക്കിയുള്ളവർ ഇവിടെ ജീവിക്കൂലേ? അല്ലെ? ഇതൊക്കെ മറക്കൂലേ? ഇതൊക്കെ മറന്ന് പൊട്ടിക്കരഞ്ഞ കുട്ടികളൊക്കെ മറന്ന് പ്ലസ് ടുക്കാരാണ് അവര്, പ്ലസ് ടുവിന് പഠിക്കുക. കൊല ലാസ്റ്റ് ഒരു നിർബന്ധമായിട്ടും പോകേണ്ട ടൂറുണ്ട്. ആ ടൂറിൽ ഒരു പോകൂലേ, പാട്ട് പാടൂലേ, കളിക്കൂലേ, ചിരിക്കൂലേ, പിന്നെ പതുക്കെ 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 മറക്കൂലേ? എല്ലാരും മറക്കൂ. വാപ്പ മരിച്ചിട്ട് ഉമ്മ മരിച്ചിട്ട് കരഞ്ഞ ആൾക്കാരല്ലേ നമ്മള്. ഭക്ഷണം കഴിച്ചിട്ടില്ല, മക്കള് മരിച്ചിട്ടില്ല, പിന്നെ അതൊക്കെ മാറിയില്ലേ? പിന്നെ നമ്മളിപ്പോ എന്ത് സുഖാരി ജീവിക്കില്ലേ? അല്ലെ? പോണോര് പോകും, നമ്മള് പോകും. നമ്മള് പലരും മറന്ന മാതിരി നമ്മളെയും മറക്കും. നമ്മളൊന്നും ആരും ഓരോരുത്തരും ചിന്തിക്കാം, നമ്മൾ മരിച്ചാല് നമ്മളെ മനസ്സിൽ വെച്ച് ബാക്കിയുള്ളവർ ജീവിക്കുമെന്ന് വിചാരിക്കണ്ട. അതൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ തീരും. പക്ഷെ നമ്മളെപ്പോഴും ആ ലോകം തന്നെ ഉള്ളത്. മനസ്സിലായില്ലേ? ഒരാൾക്കും നമ്മളെ കാണാൻ കഴിയാത്ത, നമുക്ക് ഒരു നിലക്കും ഇവിടെ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് നമുക്ക് സപ്പോർട്ട് തരാൻ പറ്റാത്ത ഒരു ലോകത്താ നമ്മൾ ഉണ്ടാകുക എന്ന് ആലോചിക്കുക. അപ്പൊ അതിന് മുമ്പ് ബുദ്ധിയുള്ളവരാരാന്നറിയോ? അതിന് മുമ്പ് അവനാന് വേണ്ടത് അവനാൻ തന്നെ തയ്യാറാക്കി വെക്കും. അതാ തയ്യാറാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറെ സമയങ്ങളാണ്. 24 മണിക്കൂറുണ്ട് ഓരോ ദിവസവും. എത്ര മണിക്കൂർ ബാക്കിയുണ്ടെന്ന് അറിയില്ല. ആ 24 മണിക്കൂറിൽ ഇപ്പൊ ഇരുന്ന ഈ 30, 35, 40 മിനിറ്റ് സമയം 24 മണിക്കൂറിൽ ഏറ്റവും ഹൈറായ സമയമാണ്. ഇത് കൊടുക്കുണ്ടാവും, അതുണ്ടാക്കി വെക്കണം. അതുണ്ടാക്കി വെക്കണ കാര്യത്തിലാണ് നമുക്ക് താല്പര്യം വേണ്ടത്, അതിലാണ് നമ്മൾ മുന്നേറേണ്ടത്, അതിലാണ് മത്സരിക്കേണ്ടത്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടു പോർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമ്മളെല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك.